ശബരിമലയിൽ ഭക്തർ വിരിവെക്കുന്ന മാങ്കുണ്ട അയ്യപ്പ നിലയം വൃത്തിഹീനമായ സാഹചര്യത്തിൽ വേസ്റ്റ് ബിന്നുകളും ക്ലോസറ്റുകളും ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്നു. മഴക്കാലം കൂടിയായതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് ഭക്തർ. മനോജ് ചേരുന്നു. മനോജ്, എന്താണ് ഇവിടുത്തെ കാഴ്ച? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയിലെ മാങ്കുണ്ട അയ്യപ്പ നിലയത്തിലാണ്. ഇവിടെയാണ് ഭക്തർ വിരിവെക്കുന്നതും അതോടൊപ്പം തന്നെ വിശ്രമിക്കുന്നതും. ഇവിടുത്തെ കാഴ്ചയാണ്. അതായത് ഈ ക്ലോസറ്റുകളും അതോടൊപ്പം തന്നെ വേസ്റ്റ് ബിന്നുകളും ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനടുത്താണ് ഭക്തർ വിശ്രമിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അതായത് മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു അയ്യപ്പ നിലയം. ഇവിടെ തന്നെ അതായത് ആവശ്യം കഴിഞ്ഞതും അതുപോലെ തന്നെ തകർന്നതുമായുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലോസറ്റുകളടക്കം ഈ സ്ഥലത്ത്, അതായത് ഇതിനടുത്താണ് അയ്യപ്പന്മാർ വിരിവെക്കുന്നതും അതോടൊപ്പം വിശ്രമിക്കുന്നതുമൊക്കെ. നിരവധിയായി ഭക്തജനങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ മഴക്കാലം കൂടെ ആയതിനാൽ ഇതിന് പുറത്തേക്ക് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ദുർഗന്ധമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് തൊട്ടടുത്താണ് ഈ അയ്യപ്പ ഭക്തരൊക്കെ തന്നെ വിശ്രമിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഈ മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഒരു നേരം വിശ്രമിക്കണമെങ്കിൽ പോലും ഈ മാലിന്യത്തിന് അടുത്ത് ആണ് അവരൊക്കെ ഇരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് വ്രതം നോറ്റ് മാലയിട്ട് അയ്യപ്പനെ ദർശിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചയാണ്. ഈ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ അയ്യപ്പ നിലയത്തിലേക്ക് വിരിവെക്കാനും വിശ്രമിക്കാനും ഒക്കെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന കാഴ്ച കണ്ടോ. ഈ ഒരു ക്ലോസറ്റുകളും അതോടൊപ്പം തന്നെ ഈ ആവശ്യം കഴിഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു. അതോടൊപ്പം അതിനടുത്ത് തന്നെ പലരും വിശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരിതം. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നൊക്കെ ഇവിടെയുള്ള അധികൃതർ പറയുമ്പോഴും ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാകുന്നത് ഈ മാങ്കുണ്ട അയ്യപ്പ നിലയത്തിലെ ഈ ആളുകളൊക്കെ, അതായത് ഇവിടെയുള്ള അയ്യപ്പ ഭക്തരും അതോടൊപ്പം തന്നെ ഇവിടെ താൽക്കാലിക ജീവനക്കാരൊക്കെ വന്ന് വിശ്രമിക്കാൻ, ഒരു നേരം കിടക്കുവാൻ വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കുമ്പോൾ അതിനടുത്തുള്ള ഈ മാലിന്യ കൂമ്പാരങ്ങളും അതോടൊപ്പം ഈ തകർന്നു പോയിട്ടുള്ള ക്ലോസറ്റുകൾ അടക്കം കൊണ്ടിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ഇതിന് തൊട്ടടുത്തായി നിരവധി പേർ വിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മഴക്കാലം കൂടെ ആയതിനാൽ ഇതിന് പുറത്തേക്കും ഈ വെള്ളം പൊട്ടിയൊലിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായുള്ളൊരു നടപടി വേണമെന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം ദേവസ്വം ബോർഡ് ഈ കാര്യത്തിലൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ മറ്റൊരിടത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഇവിടെ ശുചിത്വമായി സൂക്ഷിക്കുവാനോ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുവാനുള്ള നല്ലൊരു സൗകര്യം ഒരുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അതിന് വ്യക്തമാണ്. എന്തായാലും അയ്യപ്പ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർ ഇക്കാര്യം, അതായത് ഇവിടെ വിശ്രമിക്കുന്ന ഓരോരുത്തരും ഇത് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവരൊക്കെ ചോദിക്കുകയാണ്, അതായത് എങ്ങനെയാണ് നമ്മൾ ഇതിനടുത്ത് കിടക്കുക. ഇവിടെ ഇതിനടുത്ത് കിടന്നിരുന്ന പലരും എണീറ്റ് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാലും അത് സഹിച്ച് കിടക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ വേസ്റ്റ് ബിന്നുകളടക്കം അതിൻ്റെ പഴക്കമൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മറ്റൊരു സ്ഥലത്തേക്കും ഈ സാധനം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിരവധി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഓരോ ദിവസങ്ങളിലായി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതാണ് ഇവിടെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഭക്തരുടെ പ്രതികരണങ്ങളും ഒക്കെ തേടേണ്ടതുണ്ട്. ശബരിമലയിൽ ഭക്തർ വിരിവെക്കുന്ന മാങ്കുണ്ട അയ്യപ്പ നിലയം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. ചവറ്റുകുട്ടകളും ക്ലോസറ്റുകളും ഉൾപ്പെടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. മഴക്കാലം കൂടി ആയതിനാൽ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഭക്തർ. അവിടെ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമ്മൾ ആ വൃത്തിഹീനമായ കാഴ്ചകൾ കണ്ടതാണ്. അതിൻ്റെ അടുത്ത് വിരിവെക്കേണ്ടി വരുന്ന ഭക്തരുടെ ദയനീയത ഇത് അധികൃതർ കാണാഞ്ഞിട്ടല്ല, പക്ഷേ അലംഭാവം ഇങ്ങനെ തുടരുകയാണ്. തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. അതായത് ഈ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം, അതായത് ഈ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ക്ലോസറ്റുകൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഭക്തർ വിരിവെക്കുന്നത് എന്നുള്ളതാണ്. വ്രതം നോറ്റ് മാലയിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഭക്തിയോടുകൂടി എത്തുമ്പോൾ അവരിയ്ക്കുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. അതായത് കുട്ടികൾ ഉൾപ്പെടെ ഇരിക്കുകയാണ് ഈ ക്ലോസറ്റുകൾക്കും അതോടൊപ്പം ഈ വേസ്റ്റ് ബിന്നുകൾക്കും ഒക്കെ അടുത്താണ്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്?
പാലക്കാട്. അപ്പോൾ നിങ്ങൾ വിരിവെക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് ഈ ഒരു ഇവിടേക്ക്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു സാഹചര്യം? ലേശം മോശമാണ്. ഇതിനടുത്താണ് ഇരിക്കേണ്ടി വരുന്നത്. അടുത്ത ഇവിടെയൊക്കെ ആൾക്കാരില്ലായിരുന്നു, ഇവിടുത്തെ സ്വാമികളല്ലേ, എല്ലാവരും തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇരിക്കുന്നല്ലേ ഇവിടെ? കുട്ടികളൊക്കെ ഇരിക്കും, കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. വേസ്റ്റ് ബിന്നുകൾ, ക്ലോസറ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനടുത്താണ് നിങ്ങൾ വിനിയോഗിക്കുന്നത്? അടുത്താ ഞങ്ങൾ ഇവിടെ കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, വേറെ എവിടെ കിട്ടണ്ടേ? നമ്മൾ വീട്ടിൽ കിട്ടിയ സ്ഥലത്ത് വെച്ചു. എത്രയും പെട്ടെന്ന് ഇതിലൊരു മാറ്റം വേണ്ടേ? മാറ്റം വേണം, ഇതിനൊരു മാറ്റം ഉണ്ടാവണം. തീർച്ചയായും അവരൊക്കെ അങ്ങനെ ഈ മറ്റൊരു സ്ഥലമില്ലാതെ ഇവിടെയൊക്കെ വന്ന് ഇരുന്നവരാണ്. അവർ തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതൊക്കെ ഇപ്പോൾ ഈ ഒരു ക്യാമറ ഇങ്ങോട്ടേക്ക് എത്തിയതും അതോടൊപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെട്ടെന്ന് തന്നെ ജീവനക്കാർ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരൊക്കെ ഇവിടേക്ക് എത്തി ആ വേസ്റ്റ് ബിന്നുകൾ മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഇത്രയും നേരം ഇവിടെ സഹിച്ചിരുന്ന ഈ ഒരു ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നത്, അതായത് മറ്റൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനടുത്തേക്ക് വന്നിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കുട്ടികൾ ഉൾപ്പെടുന്ന ഭക്തർ അവർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ കാണിച്ചത്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും, നിരവധി പേരാണ് ഇവിടെ വിരിവെക്കുന്നത്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്നവർ. എന്തായാലും അവരൊക്കെ തന്നെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എവിടെ നിന്നാ വരുന്നത്? മലപ്പുറം. നമ്മൾ ഇവിടെയൊക്കെ വിരിവെക്കാനും വിശ്രമിക്കാനും വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ കാഴ്ചയൊക്കെ കണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടുള്ളൂ. ഈ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ അതിന് തൊട്ടടുത്താണല്ലേ ഇരിക്കുന്നത്? അതെ അതെ, ഞങ്ങളിപ്പോൾ അവിടെ വന്നിരുന്നിട്ടുള്ളൂ. കുട്ടികളൊക്കെ അല്ലേ, നിരവധി തീർച്ചയായും കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. നിങ്ങളൊക്കെ ഇവിടെ വിരിവെക്കാൻ വന്നിരിക്കുമ്പോൾ അതിനടുത്താണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിരിവെക്കേണ്ടി വരുന്ന ഭക്തരുടെ ഗതികേടാണ് നമ്മൾ കണ്ടത്. ശബരിമലയിൽ വിരിവെക്കുന്ന മാങ്കുണ്ട അയ്യപ്പ നിലയത്തിന്റെ കാഴ്ചകളാണ് കണ്ടത്. ഒരു ഭാഗത്ത് ചവറ്റുകുട്ടകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, മാലിന്യ കൂമ്പാരമായി, മറുഭാഗത്ത് ക്ലോസറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ വിരിവെക്കേണ്ടി വരുന്ന ഭക്തർ. എന്തായാലും അധികൃതർ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് അതിലും പരമകഷ്ടമായി നമുക്ക് പറയാനുള്ളത്.